നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാത്തിരുന്ന സ്പോട്ട് അഡ്മിഷൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമുക്ക് പുതിയതായി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രൊവിഷനെ കുറിച്ച് നമ്മൾ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനകത്ത് കണ്ടിട്ടില്ല. പത്രക്കുറിപ്പിൽ ആണ് ഇന്ന് വൈകുന്നേരം ഇപ്പോൾ സ്പോട്ട് അഡ്മിഷനെ കുറിച്ചുള്ള വിജ്ഞാപനം വന്നു കഴിഞ്ഞത്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും 3 ദിവസങ്ങളിലായിട്ടാണ് കാര്യവട്ടത്തുള്ള യൂണിവേഴ്സിറ്റിയുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നമ്മുടെ BEd 2023-25 ഷെഡ്യൂളിലുള്ള അഡ്മിഷന്റെ സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്നത്. സ്പോട്ട് അലോട്ട്മെന്റ് ആണ്. സ്പോട്ട് അഡ്മിഷൻ അവിടെ വെച്ച് തന്നെ നടക്കുകയല്ല. സ്പോട്ട് അലോട്ട്മെന്റിലൂടെ സീറ്റുകൾ ഉറപ്പാക്കിയ ശേഷം നമ്മൾ അതാത് കോളേജുകളിൽ എത്തി സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് കറക്റ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. സ്പോട്ടിൽ നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ഇതുവരെയും അലോട്ട്മെന്റ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ലാത്തവർ, അതായത് അഡ്മിഷൻ ഫീസ് ഇതുവരെയും അടയ്ക്കേണ്ടതായിട്ട് വന്നിട്ടില്ലാത്തവർ മാത്രം അവിടെ വെച്ച് തന്നെ അഡ്മിഷൻ ഫീസ് അടയ്ക്കുകയും ബാക്കി എല്ലാ തുകകളും കോളേജുകളിൽ തന്നെ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നവർ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അഡ്മിഷൻ കിട്ടി അലോട്ട്മെന്റ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജുകളിൽ നിന്ന് TC വാങ്ങേണ്ടതുള്ളൂ. അതായത് ഇപ്പോൾ BEd അഡ്മിഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞവർ അവർക്ക് വീണ്ടും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. അപ്പം അങ്ങനെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളിൽ വേക്കൻസി വരികയാണെങ്കിൽ അവിടെ ചേരാനായിട്ട് എത്താം. ഇപ്പോൾ നിലവിലുള്ള വേക്കൻസികളെ കുറിച്ചുള്ള ഷെഡ്യൂളൊക്കെ തന്നെ വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡിഫൻസും ഡിസബിലിറ്റിയുടെയൊക്കെ അലോട്ട്മെന്റുകളും പുറകെ തന്നെ വരുന്നുണ്ട് എന്ന് യൂണിവേഴ്സിറ്റിയുടെ അറിയിപ്പിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 3 ദിവസങ്ങൾ എന്ന് പറയുന്നത് 22, 24, 25 തീയതികളാണ്. 22-ാം തീയതി ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, മാത്സ് എന്നിവയാണ് ആദ്യമായിട്ട് സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്നത്. 24-ാം തീയതി ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, തമിഴ്, അറബിക്ക്. അതുപോലെ 25-ാം തീയതി സോഷ്യൽ സയൻസ്, ജോഗ്രഫി, മലയാളം, കൊമേഴ്സ്. ഇങ്ങനെ 3 ഷെഡ്യൂളുകളിലായിട്ടാണ് നമുക്ക് അവിടെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനകത്ത് തന്നെയുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ കയ്യിൽ കരുതേണ്ടത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് ആണ്. KUCT-കളിലേക്കുള്ള മാനേജ്മെന്റ് സീറ്റുകളുടെ അലോട്ട്മെന്റും അന്ന് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റ് സീറ്റിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രിന്റ് ഔട്ട് നമ്മൾ കയ്യിൽ കരുതേണ്ടതുണ്ട്. ഇതുവരെ തന്നെ KSVT-കളിലേക്കുള്ള അലോട്ട്മെന്റ് നടന്നിട്ടില്ലാത്തത് കൊണ്ട് മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ സ്പോട്ട് അഡ്മിഷന് എത്തേണ്ടതാണ്. അതുപോലെ നമ്മുടെ മാർക്ക് ലിസ്റ്റ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് SCBC-ക്കാർക്ക്, അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SC/ST സ്റ്റുഡൻസിന് വേണം. ഡിസബിലിറ്റി എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അവർക്ക് അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടി കൊണ്ടുചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാവിലെ 10 മണി വരെയാണ് രജിസ്ട്രേഷൻ ടൈം. 10 മണി കഴിഞ്ഞ് എത്തുന്ന ആരെയും തന്നെ പ്രവേശിപ്പിക്കുന്നതല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കുട്ടികളാണ് എത്തേണ്ടത്. എന്തെങ്കിലും തടസ്സമുള്ളവർക്ക് ഓതറൈസേഷൻ ലെറ്ററോട് കൂടി പാരന്റിനെയോ അല്ലെങ്കിൽ റിലേറ്റീവിനെയോ അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അഡ്മിഷൻ ടൈമിൽ അയക്കേണ്ടുന്ന ഫീസ് അടയ്ക്കാനായിട്ട് പിന്നീട് ഒരു സമയം അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ 1130 രൂപ ജനറൽ കാറ്റഗറിക്കാരും 230 രൂപ SC/ST കാറ്റഗറിക്കാരും ഫീസ് പേ ചെയ്തിട്ട് വേണം അലോട്ട്മെന്റ് എടുക്കാനായിട്ട്. ഇപ്പോഴത്തെ അഡ്മിഷന്റെ നിലയും അതുപോലെ തന്നെ വേക്കന്റ് സീറ്റുകളുടെ എണ്ണവും ഒക്കെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ നമ്മുടെ അഡ്മിഷൻ സൈറ്റിനകത്ത് ഉടനെ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് റെഡിയാവുക. എപ്പോഴും നിഷാസ് എഡ്യൂക്കേഷൻ ഹബ്ബ് നിങ്ങളോടൊപ്പം.